ഹലോ, വെൽക്കം ടു കേലാസ്റ്റ് മാർക്കറ്റ്. ഗുഡ് മോർണിംഗ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് അനാലിസിസിലേക്ക് പോകാം. അതിനുശേഷം പ്രീ മാർക്കറ്റ് സെഷനിൽ നമുക്ക് നിഫ്റ്റിയുടെ ഒരു ഇൻട്രാഡേ ലെവൽസും കൂടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഡോ ജോൺസിൻ്റെ ഫ്യൂച്ചർ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും ഫ്ലാറ്റ് ആയിട്ട് നിൽക്കുകയാണ്. ബട്ട് യു എസ് മാർക്കറ്റ്സിൻ്റെ ക്ലോസിങ് നെഗറ്റീവിലായിരുന്നു. യൂറോപ്യൻ മാർക്കറ്റ്സ് ടോട്ടലി നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഗിഫ്റ്റ് നിഫ്റ്റി ആണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ്. ഗിഫ്റ്റ് നിഫ്റ്റി നോക്കുമ്പോൾ 150 പോയിൻറ്റ്സ് ഡൗൺ സൈഡ് ആണ്. സോ നമുക്കൊരു 150 to 180 പോയിൻറ്റ്സിന് ഡൗൺ സൈഡ് മേ ബി ഓപ്പണിംഗ് ആയിരിക്കും. സോ നമുക്ക് മോസ്റ്റ്ലി ഒരു നെഗറ്റീവ് ഓപ്പണിങ്ങിൻ്റെ സാധ്യത തന്നെയാണ് ഇവിടെ നിലവിൽ കാണുന്നത്. ഇപ്പോൾ നമുക്ക് ജാപ്പനീസ് മാർക്കറ്റ്സ് നോക്കുകയാണെങ്കിൽ സ്ലൈറ്റ്ലി പോസിറ്റീവ്ലി ട്രേഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് സ്ട്രേറ്റ് ടൈംസ് ക്ലോസ് ചെയ്തിരിക്കുന്ന നെഗറ്റീവിലാണ്. ആൻഡ് ബാക്കി മാർക്കറ്റുകൾ ഹാങ്സങ് നെഗറ്റീവിൽ ട്രേഡ് ചെയ്യാണ്. തായ്വാൻ വെയിറ്റഡ് പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. സോ ഏഷ്യൻ മാർക്കറ്റ്സിൽ ഒരു മിക്സഡ് സിഗ്നലാണ് നമുക്ക് തരുന്നത്. അപ്പോൾ അറിയാം, ഇസ്രായേൽ, ഇറാൻ ആൻഡ് US ഇഷ്യൂ, അതിൽ ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് ഇറാൻ്റെ ഭാഗത്തു നിന്ന് പല വ്യത്യസ്തമായ സ്റ്റേറ്റ്മെൻറ്റ്സ് വരുന്നുണ്ട്. സോ ഇതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ബേസിക്കലി ഇതൊരു ഫൈനലൈസ് ആവുന്നവരേക്കും നമ്മൾ എന്താ പറയുക, ഇടയ്ക്കിടയ്ക്കുള്ള ഇവരുടെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്സിലൊന്നും ഞാൻ വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. വരുമ്പോൾ വരട്ടെ എന്നുള്ള മൈൻഡ് സെറ്റിലാണ് ഞാൻ ആ ഒരു യുദ്ധത്തിനെ കാണുന്നത്. ആൻഡ് നമ്മൾ നിഫ്റ്റിയുടെ ലെവൽസ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്ന ലെവൽസ് മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്തത് നമുക്കിന്ന് കാണാം. ഓക്കെ, നിങ്ങൾ നോക്കി, ഇന്നലെ 15 മിനിറ്റ് ചാർട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഏരിയ മാർക്കറ്റിൻ്റെ ഒരു ഡിമാൻഡ് സോണായിട്ട് ആക്ട് ചെയ്യാൻ പോസിബിലിറ്റി ഉണ്ടെന്ന്. കണ്ടില്ലേ, മാർക്കറ്റ് അതേപോലെ റെസിസ്റ്റൻസിൽ നിന്നും ഡിമാൻഡ് സോണിലേക്ക് വരുന്നു. ആൻഡ് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്നു. ആൻഡ് അവിടെ നിന്നും ഒരു കൺസോൾട്ടേഷനിലേക്ക് പോകുന്നു. സോ ഞാൻ ഈ ലെവൽസ് എല്ലാം അതേപോലെ ഞാൻ കീപ്പ് ചെയ്യുകയാണ്. ആൻഡ് ഒരു പുതിയൊരു ലെവലും കൂടെ വരച്ച് നമുക്ക് ആ ഒരു ലെവൽ കീപ്പ് ചെയ്യാം. ഓക്കെ, ഒരു ലെവൽ ഞാൻ വരയ്ക്കാൻ 25,128 വരയ്ക്കുകയെന്ന്, ഒന്ന് 25,407. അപ്പോൾ മാർക്കറ്റിൻ്റെ ഇന്നത്തെ ഒരു സ്ഥിതി വെച്ചിട്ട് മേ ബി ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആൻഡ് ഒരു സെല്ലിംഗ് പ്രഷർ നേടുകയാണെങ്കിൽ മാർക്കറ്റിനെ ഹോൾഡ് ചെയ്യാൻ പറ്റിയ രണ്ട് സോൺസിൽ ഒന്ന് 24,250 എന്ന് പറഞ്ഞ ഈ ഏരിയ ആയിരിക്കും. മാർക്കറ്റിനൊന്ന് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സോൺ എന്ന് പറയുന്നത് ഡൗൺ സൈഡ് പ്രഷറാണ് മാർക്കറ്റിൽ ആദ്യഘട്ടത്തിൽ ഉണ്ടാകുന്നതെങ്കിൽ. ആൻഡ് പിന്നെ ഈ സോണ് 24,466 എന്ന് പറഞ്ഞ ഈ സോണും മാർക്കറ്റിനെ രണ്ട് ഹോൾഡിംഗ് ഏരിയ ആയിട്ട് നിൽക്കാം. ഓക്കെ, അപ്പം മാർക്കറ്റ് എന്തായാലും ഇന്നലെ ഈ ഒരു കൺസോൾട്ടേഷൻ ബ്രേക്ക് ചെയ്യാനുള്ള ഒരു അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു ഡേ ഹൈയിൽ മാർക്കറ്റ് 24,600 എന്ന് പറയുന്ന ഈ ഹൈയിൽ റെസിസ്റ്റൻസ് എടുക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ നമുക്ക് ഇതാണ് പ്രധാനപ്പെട്ട ക്രൂഷ്യൽ ഏരിയാസ്. ഈ ഒരു ഏരിയ ഹോൾഡ് ചെയ്ത് മാർക്കറ്റ് അപ്സൈഡ് പോകുവാണെങ്കിൽ തന്നെ 24,600 എന്ന് പറയുന്ന സോൺസിൽ മാർക്കറ്റ് സെല്ലിംഗ് പ്രഷർ നേടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ ഇതാണ് നിഫ്റ്റിയുടെ ഇൻട്രാഡേ ലെവൽസ്. ഓക്കെ, എൻ്റെ ഒരു കൺസെപ്റ്റിൽ. ഓക്കെ, പിന്നെ പ്രധാനപ്പെട്ട ന്യൂസസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഇന്നത്തെ വരുന്ന റിസൾട്ടുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. SBI ലൈഫ് ഇൻഷുറൻസ് കമ്പനിയുടെ റിസൾട്ട് വരുന്നുണ്ട്. ടെക് മഹീന്ദ്ര, ട്രെൻഡ്, ഭാരത് കോക്കിംഗ് കോൾ, ഡെൽറ്റ കോപ്പ്, ഹാവൽസ് ഇന്ത്യ, L&T ടെക്നോളജി, മഹാരാഷ്ട്ര സ്കൂട്ടേഴ്സ്, ഒറാക്കൽ ഫിനാൻഷ്യൽ സർവീസ്, സംഗം ഇന്ത്യ ആൻഡ് ടാറ്റ കമ്മ്യൂണിക്കേഷൻ്റെ റിസൾട്ടുകൾ ക്വാർട്ടർലി ഏർണിംഗ്സ് April 22 വരുന്നുണ്ട്. ഇപ്പോൾ HCL ടെക്കിൻ്റെ റിസൾട്ട് വന്നപ്പോഴത്തേക്കും പ്രോഫിറ്റ് ആൻഡ് റവന്യൂ ഗ്രോത്ത് ഉണ്ടായിട്ടുള്ളതായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ, HCL ടെക്കിൻ്റെ. ആൻഡ് ടാറ്റ എലക്സിയുടെ ആണെങ്കിൽ പ്രോഫിറ്റ് സർജ് ചെയ്തിട്ടുണ്ട്. 122 കോടിയിൽ നിന്ന് 220 കോടിയിലേക്ക് പോയിട്ടുണ്ട്. സൈൻറ്റിൻ്റെ ആണെങ്കിൽ പ്രോഫിറ്റ് സ്ലൈറ്റ്ലി കുറഞ്ഞിട്ടുണ്ട്. 31 കോടിയിൽ നിന്ന് 22 കോടിയിലേക്ക് വന്നിട്ടുണ്ട്. റവന്യൂവിനും ഡിക്ലൈൻ ഉണ്ടായിട്ടുണ്ട്. സോ 360 മോൺവാമിനാണ് 250 കോടിയിൽ നിന്ന് 292 കോടിയിലേക്ക് പ്രോഫിറ്റ് റവന്യൂ വെച്ചുമ്പോൾ ഉണ്ടായിട്ടുണ്ട്. പെർസിസ്റ്റൻസ് സിസ്റ്റത്തിന് അത്യാവശ്യം നല്ല ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. റവന്യൂ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. സൺടെക് റിയാലിറ്റിക്ക് പ്രോഫിറ്റ് ആൻഡ് റവന്യൂ സോൾ ഉണ്ടായിട്ടുണ്ട്. രാജരത്നം ഗ്ലോബൽ വയേഴ്സിനും നല്ലൊരു റിസൾട്ട് വന്നിട്ടുണ്ടെന്നുള്ള ന്യൂസ് ഉണ്ട്. ഓക്കെ, പിന്നെ ഉള്ളത് പ്രധാനപ്പെട്ട ന്യൂസ് എന്ന് പറയുന്നത് ഹിന്ദുസ്ഥാൻ സിങ്കിൻ്റെ ഓഡിറ്റഡ് സ്റ്റാൻഡ് അലോൺ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ റിസൾട്ടിൻ്റെ 4th ക്വാർട്ടറിൻ്റെ മീറ്റിങ്ങും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഡിവിഡൻഡ് കാര്യങ്ങളെല്ലാം താമസിയാതെ അറിയാൻ കഴിയുമെന്നാണ് നമുക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ ഏതെങ്കിലും സ്റ്റോക്സ് ഞാൻ നോക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ ഇതിൽ ഈ ജയന്ത് ഓർഗാനിക്സ് എന്ന കമ്പനിയെ ഞാനൊന്ന് വാച്ച് ചെയ്യുകയാണ്. ഓക്കെ, ഒരു ഡൗൺ സൈഡ് ട്രെൻഡിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നല്ലൊരു മൂവ്മെൻറ്റ് തരുന്നുണ്ട്, കണ്ടിട്ടുണ്ട്. മോസ്റ്റ്ലി ഇപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഡൗൺ സൈഡിൽ നിന്നും മോസ്റ്റ്ലി ഒരു 40% മൂവ്മെൻറ്റ് തന്നിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ജയന്ത് ആഗ്രോ എൻ്റെ വാച്ച് ലിസ്റ്റിൽ ഞാൻ വാച്ച് ചെയ്യുകയാണ്. 206 എന്ന റേഞ്ചിലേക്ക് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഈ സ്റ്റോക്കിൻ്റെ പെർഫോമൻസ് എന്തായാലും ഞാൻ വാച്ച് ചെയ്യുകയാണ്. ജയന്ത് ആഗ്രോ ഓർഗാനിക്സ് എന്ന കമ്പനി. അപ്പോൾ നിങ്ങളും ഇത് പഠിക്കാനായിട്ടൊന്ന് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ടെലിഗ്രാം ചാനലിൽ സീരിയസ്ലി ആയിട്ട് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ദയവായിട്ട് നമ്മളെ കൂടെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ ചാനലിൻ്റെ ലിങ്കും കമൻറ്റ് ബോക്സിലും പിന്നെ ഡിസ്ക്രിപ്ഷനിലും പിൻ ചെയ്തിട്ടുണ്ട്. സീരിയസ് പ്ലേയേഴ്സാണ്. നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ
പഠിക്കണം നേടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ജോയിൻ ചെയ്യാം. ഞാൻ കഴിയുന്ന രീതിയിലെല്ലാം ഇനിയോട്ട് എഡ്യൂക്കേഷണൽ കണ്ടന്റ് ഞാൻ അതിലിടാനായിട്ടുള്ള കാര്യങ്ങൾ ശ്രമിക്കുന്നതായിരിക്കും. ഓക്കെ, സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് കോൺടാക്ട് ചെയ്യാനായിട്ട് KSM ഗൈഡ് എന്ന് പറഞ്ഞ എൻ്റെ ഒരു ഇതുണ്ട്. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. അതിൽ മെസ്സേജ് ആയിട്ട് നിങ്ങൾക്ക് ടെലിഗ്രാമിൽ തന്നെ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എന്നെ കൊണ്ട് കഴിയുന്ന സഹായമെല്ലാം ഞാൻ നിങ്ങൾക്ക് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ താങ്ക് യു.